കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയത് ഗുരുതര വകുപ്പുകളാണ്. നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങളാണ് എഫ്ഐആറിലുള്ളത്. സിസ്റ്റർ പ്രീതി 1-ാം പ്രതിയും സിസ്റ്റർ വന്ദന 2-ാം പ്രതിയുമാണ്. അതിൽ പാലോടുണ്ട് എഫ്ഐആറിന്റെ കൂടുതൽ വിവരങ്ങളുമായി. അതിൽ പാലോട്, എഫ്ഐആറിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്ക് പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ കേസ് പരിഗണിക്കുന്ന, ഈ ജാമ്യാപേക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്ന സെഷൻ കോടതിയിലാണ്. ഇത് ജില്ലാ സെഷൻ കോടതിയാണ്. ദുർഗിലെ കോടതി സമുച്ചയത്തിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് കോടതി ഈ കേസ് പരിഗണിക്കേണ്ടത്. അരുൺകുമാർ പറഞ്ഞ വാർത്തയിലേക്ക് വന്നാൽ എഫ്ഐആറിൻ്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. കേസെടുത്തത് ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് എന്നുള്ളതാണ്. നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് എന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കന്യാസ്ത്രീകളും ഒപ്പം ഇവിടുത്തെ മതപുരോഹിതരും ആരോപിക്കുന്നത് പോലെ ഇതിന് പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതുകൂടി സംശയിക്കേണ്ടി വരുന്നു. രാവിലെ 8:30 ഈ സംഭവം നടക്കുന്നത്. പക്ഷേ കേസെടുക്കുന്നത് വൈകിട്ട് 5:11 എന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയം വൈകിപ്പിച്ചത് എന്തിനെന്ന ചോദ്യം മതപുരോഹിതർ ചോദിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇവരെ കൊണ്ടുവന്നത് പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു എന്ന രൂപത്തിലാണ് എഫ്ഐആർ ഉള്ളത്. ഏതായാലും ഗുരുതരമായ ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങൾ ചുമത്തി എന്നുള്ളതാണ് മതപുരോഹിതർ തന്നെ ആരോപണമായി ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതിയിൽ ഉടൻ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം വരും എന്നുള്ളതാണ്. ഈ ജാമ്യാപേക്ഷ നൽകണമോ അതെങ്ങനെ വേണം എന്ന കാര്യത്തിലൊരു തീരുമാനം ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും മൊഴി എന്താകും എന്നുള്ളതാണ്. മാതാപിതാക്കളുടെ മൊഴി, മാതാപിതാക്കൾ ഇപ്പോഴും RPFന്റെ ചോദ്യം ചെയ്യലാണുള്ളത്. RPF ചോദ്യം ചെയ്തു വരികയാണ് മാതാപിതാക്കളെ. മറ്റൊന്ന്, ഇപ്പോൾ ഗവൺമെൻറ് സംരക്ഷണയിൽ കഴിയുന്ന, സർക്കാരിൻ്റെ സംരക്ഷണാലയത്തിൽ കഴിയുന്ന പെൺകുട്ടികൾ എന്ത് മൊഴി കൊടുക്കും ഇക്കാര്യത്തിൽ എന്നത്. ഇത് രണ്ടും സമ്മതപത്രമൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ മൊഴിയായിരിക്കും പ്രധാനം. ഇവരുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ ജാമ്യാപേക്ഷ കന്യാസ്ത്രീകൾ ഈ കോടതിക്ക് മുന്നിൽ കൊടുക്കുക. ദുർഗ് സെഷൻ കോടതിയിലാണ് ഇപ്പോൾ കേസുള്ളത്. അവിടെ ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അരുൺ.